ഹലോ അസ്സലാമു അലൈക്കും. ഇതാ നമ്മളെത്തി മക്കളെ. നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ടാട്ടോ നമ്മൾ വന്നിട്ടുള്ളത്. ഇന്ന് പണ്ടൊക്കെ വെക്കണ മാതിരില്ല ഒരു മീൻ കറി. ഇന്നിപ്പോൾ ഉമ്മമ്മയൊക്കെ ഉമ്മ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ മക്കൾക്കൊക്കെ ഇമ്മമ്മ ഉണ്ടാക്കിയ മീൻ കറി മതി, ഉമ്മമ്മ ഉണ്ടാക്കിയ മതി എന്നുള്ളൊരു ഇതിലാട്ടോ നിന്നുണ്ടായിന്. അപ്പോൾ ഓല് ഉമ്മമാരോട് തന്നെ വെക്കാൻ പറഞ്ഞ് നല്ല ചീരാപ്പറങ്ങിയൊക്കെ ഇട്ടിട്ട് ഒരു മീൻ വറ്റിച്ചുണ്ടാക്കുക എന്ന് പറഞ്ഞാണ്ടേ ആ നാടാ പഴയ ലുക്കിലുള്ളൊരു മീൻ വറ്റിച്ചില്ലാട്ടോ നമ്മൾ. അപ്പോൾ ഒന്ന് വീഡിയോ എടുക്കുന്നാലും ഉമ്മമാൻ്റെ ആ ഒരു ഇതല്ലേ ഇത് ഉമ്മമ്മ തന്നെ കേട്ടോ നല്ല മസാലയൊക്കെ കൂട്ടണതും. ഇത് ഉമ്മമ്മ നമ്മളെ മാതിരിയല്ല, നമ്മളിങ്ങനെ കൈക്ക് ഇട്ട് കണ്ടൊക്കെ കരം മസാല ഇങ്ങനെ ആ ഒരു സ്വാദ് വേറെ തന്നെ ഇട്ട് ആ പഴയ ലുക്കിലില്ലേ ആ ഒരു ടേസ്റ്റ്. അപ്പോൾ ഒന്നിങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്കൊന്നിങ്ങനെ കഴിക്കാൻ തോന്നും കേട്ടോ. ആ ഒരു പഴയ ഇതിലിങ്ങനെ നമ്മളെ മാതിരി ഉള്ളി വാട്ടി കാണുന്നല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ കറിവേപ്പിലൊക്കെ ഇട്ട് ഇങ്ങനെ ഉമ്മ ഉള്ളിപ്പൊളിയായിട്ട് ഉണ്ടാക്കിയിട്ട് കിട്ടുന്നത് നമുക്ക് ഉച്ചക്കത്തെ ചോറിനാണ്. നമ്മൾ വീട് പൈൻ്റടിക്കൊക്കെയാണ് കേട്ടോ. പൈൻ്റടിക്കാനൊക്കെ മക്കളൊക്കെ ഒരുങ്ങി ഇങ്ങനെ പൈൻ്റടിക്കുകയാണ്. പിന്നെന്താണ്, അപ്പോൾ മീൻ കറിയൊക്കെ ആയി നല്ല മീൻ്റെ മസാലയൊക്കെ നല്ലോണം വെന്ത്. അപ്പോൾ ഇത് നല്ല മീനൊക്കെ ഇട്ടുകാണ്ടേ നല്ലോണം മീനൊക്കെ ഇട്ട് വറ്റിച്ചെടുക്കാം കേട്ടോ. എൻ്റെ വക ഞാനേ ഒരു 2 മല്ലിച്ചപ്പ് ഇട്ടിട്ടുണ്ട് ഉമ്മനെ കാണാതെ. അപ്പോൾ ഇപ്പം പണ്ടൊന്നും അങ്ങനെ ഈ വെക്കണേക്ക് മല്ലിച്ചപ്പൊന്നും ഉമ്മ ഇടൂല. അപ്പോൾ എൻ്റെ വകയായിട്ട് ഞാൻ ഇട്ട് കൊടുത്താട്ടോ മല്ലിച്ചപ്പ്. ഉമ്മ ചീരാപ്പറങ്കിയൊക്കെ ഇട്ട് ഇങ്ങനെ നല്ല വറ്റിച്ചിട്ട് ഇങ്ങനെ പുളിയൊക്കെ ചേർത്തിട്ട് പിന്നെ നമുക്ക് അതിക്കൊരു മുരിങ്ങ താളിപ്പൊന്നും ഉമ്മാൻ്റെ പഴയ ലുക്കിലാട്ടോ നമ്മളെ ഭക്ഷണം. ഉച്ചകാല ഊണ് ഉമ്മ വന്നിട്ട് വെച്ചെങ്കിൽ ഉമ്മാൻ്റെ ആ ഒരു റെസിപ്പിയാണ് എൻ്റെ മക്കൾക്ക് ഇഷ്ടം കേട്ടോ. അപ്പം ഞാൻ മുരിങ്ങയൊക്കെ താളിപ്പുണ്ട് കൂട്ടിയിട്ട് നമ്മൾ നല്ല അടിപൊളിയായിട്ട് ആ ചോറൊക്കെ ഒന്ന് കഴിക്കുക. മീൻ വറ്റിച്ചേക്ക് നല്ല വെളിച്ചെണ്ണ. അപ്പം ഇന്ന് മീൻ വറ്റിച്ചൊക്കെ വെച്ചുകാണ്ടേ നല്ലോണം വെളിച്ചെണ്ണയൊക്കെയാണ് വറ്റിച്ചിട്ടോ. അപ്പം നമുക്ക് അതിക്കൊരു മുരിങ്ങ താളിപ്പിൻ്റെ ഒരു അതും കൂടി ആയാലും അടിപൊളി ടേസ്റ്റാണ്. ഇന്നിപ്പോൾ മുരിങ്ങയൊക്കെ ചുവന്നുള്ളിയും ചീരാപ്പറങ്ങിയൊക്കെ ഇട്ട് നല്ല ഉപ്പൊക്കെ ഇട്ട് രസം വറുത്തെടുത്തിട്ട് ഇക്കാണ്ട് കഞ്ഞിവെള്ളമാണ് പറഞ്ഞ കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നമ്മളെ മുരിങ്ങ താളിപ്പ് ഉണ്ടാക്കുന്നത്. അങ്ങോട്ട് മുരിങ്ങ ഒക്കെ നല്ലോണം മുരിങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ടോ. മുരിങ്ങ ഇട്ട് കൊടുത്ത് നല്ലോണം നല്ല ഉഷാറാടെ ഇളക്കി കൊടുത്തുകൊണ്ട് താളിപ്പാക്കാന്നില്ല ഇതിൽ കേട്ടോ. അപ്പോൾ മുരിങ്ങയൊക്കെയാണ് വെന്തിട്ട് എല്ലാം വെന്തെടുക്കുക. മുരിങ്ങ നല്ല ഇളക്കിയിട്ട് ആക്കും പോലെ നല്ല അതിലിങ്ങനെ മുരിങ്ങ താളിപ്പ് മീൻ നല്ല അയിലമീൻ വറ്റിച്ചത് കേട്ടോ ഇന്നത്തെ ചോറിൻ്റെ കൂടെ. പിന്നെന്താ അടിപൊളി ടേസ്റ്റായിട്ടത്, അടിപൊളി സ്വാദാണ്. ഇതൊന്ന് കൂട്ടിയൊക്കെ എൻ്റെ മക്കളെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യും, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോ. ഇനി നമുക്ക് മുരിങ്ങയൊക്കെ കൂടി ഇന്ന് എൻ്റെ മക്കളൊക്കെ ഉണ്ട് അടിപൊളിയായിട്ട് ചോറൊക്കെ വെക്കണം കേട്ടോ. എന്നാൽ എല്ലാവരും